പ്രൊഫസർ ജിയാങ് സ്യൂക്ക് US-ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നടത്തിയ പ്രവചനം ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നു. 2024 തന്നെ 3 വലിയ പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും ഇറാനിലേക്ക് പോയി യുദ്ധം നടത്തുമെന്നും പറഞ്ഞ പ്രവചനങ്ങൾ സത്യമായി. ഇപ്പോഴിതാ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ട്രംപ് പിന്മാറുമെന്നും പറയുന്നു. പ്രെഡിക്റ്റീവ് ഹിസ്റ്ററി ഈ പേരിലുള്ള യൂട്യൂബ് ചാനൽ ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ജിയാങ് സ്യൂക്കിന്റെ പ്രെഡിക്റ്റീവ് ഹിസ്റ്ററി എന്ന ചാനൽ ശരിക്കും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവിടുന്നത്. ഇത് വെറും ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല. നമുക്കറിയാം, പ്രശസ്തമായ പല പ്രവചനങ്ങളും ഭാവിയെക്കുറിച്ചിട്ടുള്ളത് മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പലരും, പ്രത്യേകിച്ച് നോസ്ട്രാഡാമസ്, ബാബ വാങ്ക തുടങ്ങിയവരുടേതുപോലുള്ളവരുടെ പ്രവചനങ്ങൾ ഇന്നും പലരും ശ്രദ്ധയോടെ അല്ലെങ്കിൽ കാതോർത്തിരിക്കുന്ന പ്രവചനങ്ങൾ ചിലതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ന് ലോകമെങ്ങും ആരാധകരുണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ പ്രവചനങ്ങളും പലതും വൈറലും ചർച്ചാ വിഷയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ലോക സംഭവങ്ങളെ ചരിത്രത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെയും ആവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പ്രവചനത്തിന് വിധേയമാക്കുന്നത്. ചൈനയ്ക്ക് പ്രിയങ്കരനാണ് ഈ സോഷ്യൽ മീഡിയ താരം. സ്യൂക്കിൻ ചൈനയുടെ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയിലും പ്രധാന പങ്കാളിയായിരുന്നു. യേൽ സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിലും ചരിത്രത്തിലും ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. സാധാരണ പുതുവർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇത്തരം പ്രവചനങ്ങൾ വൈറലാകാറുണ്ട്. എന്നാൽ ഇന്ന് അതല്ല സംഭവം. ഇറാനെതിരെയുള്ള US-ഉമായി ചേർന്ന് ഇസ്രയേലിന്റെ ആക്രമണവും തുടർന്ന് ഇറാന്റെ പ്രത്യാക്രമണവും ലോകം ആശങ്കയോടെയാണ് കണ്ടത്. പിന്നീട് പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ തിരിച്ചടിച്ചതോടെ സംഘർഷം അതിരൂക്ഷമായി മാറി. ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. അതിനാൽ ആശങ്കയ്ക്ക് അറുതിയായില്ല. പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഭീതിയുടെ കാർമേഘങ്ങൾ എപ്പോൾ വിട്ടൊഴിയുമെന്ന് ആർക്കും നിശ്ചയവുമില്ല. അത്തരം സാഹചര്യത്തിൽ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രവചനങ്ങളും ജിയാങ് സ്യൂക്ക് US-ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നടത്തിയ പ്രവചനവും വൈറലാവുകയാണ്. 2024 ഒരു ഓൺലൈൻ ക്ലാസിനിടെ നടത്തിയ പ്രൊഫസറുടെ വാക്കുകളാണ് ഇന്ന് ശരിക്കും അമേരിക്കയെയും ചെറുതായെങ്കിലും ഒന്ന് ഭയപ്പെടുത്തുന്നത്. അന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി യുദ്ധത്തിന് പോകുമെന്നും പിന്നീട് തോറ്റു പിന്മാറുമെന്നായിരുന്നു. അതായത് ഇത് ആശങ്കയാകാൻ കാരണം സ്യൂക്കിൻ 2024 തന്നെ 3 വലിയ പ്രവചനങ്ങളായിരുന്നു നടത്തിയത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തും, ഇറാനിലേക്ക് പോയി യുദ്ധം നടത്തും, യുദ്ധത്തിൽ പരാജയപ്പെട്ട് ട്രംപ് പിന്മാറും എന്നിങ്ങനെയാണ് ആ പ്രവചനങ്ങൾ. ആദ്യത്തെ 2 പ്രവചനങ്ങളും സത്യമായി നടന്നു. ഇതോടെ 3ാമത്തെ പ്രവചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം. മാത്രമല്ല, യുദ്ധത്തിൽ സ്യൂക്കിൻ അമേരിക്കയുടെ പരാജയത്തിന് കാരണമായി പല കാര്യങ്ങളാണ് പറയുന്നത്. ഇറാന്റെ മലനിരകൾ, ഭൂപ്രകൃതി എന്നിവ അമേരിക്കയെ പോലൊരു വിദേശ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയാകും സൃഷ്ടിക്കുക. ചരിത്രത്തിൽ ഏതൻസിന് സംഭവിച്ച പോലെ ഒരു പരാജയം മുന്നിൽ കാണേണ്ടി വരുമെന്നും സ്യൂക്കിൻ പറയുന്നുണ്ട്. അടുത്തിടെ പങ്കെടുത്ത ഒരു സർവേയിലും ഇറാന്റെ സമ്പൂർണ്ണ ആധിപത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഇറാൻ 20 വർഷക്കാലമായി കാത്തിരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രത്യാക്രമണത്തിലൂടെ ഇറാന് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണ രീതി ബോധ്യപ്പെട്ടുവെന്നും സ്യൂക്കിൻ പറയുന്നു. മാത്രമല്ല, ഹൂതിയും ഹിസ്ബുള്ളയും ഹമാസും അമേരിക്കൻ അധിനിവേശത്തെയും ആക്രമണത്തെയും ദുർബലപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടെന്നും പ്രൊഫസർ സ്യൂക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2 പ്രവചനങ്ങളും സത്യമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ അദ്ദേഹത്തെ ചൈനയുടെ നോസ്ട്രാഡാമസ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുവരെ പ്രവചിച്ച കാര്യങ്ങളെല്ലാം ഫലിച്ച സ്ഥിതിക്ക് അമേരിക്കയുടെ തോൽവി കൂടി സംഭവിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.